കേരളത്തിലെ സമ്പൂർണ്ണ സിനിമാ കുടുംബം എന്ന വിശേഷണത്തിന് അർഹമാണ് നടൻ സുകുമാരന്റെ കുടുംബം. ഭാര്യയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം സിനിമാ മേഖലയിൽ കൈവച്ചവരാണ് എന്നതാണ് ഇതിന് ഉദാഹരണം. മല്ലിക സുകുമാരൻ മലയാളത്തിലെ മുതിർന്ന അഭിനേതാക്കളിൽ ഒരാളാണ്. മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മലയാള സിനിമയിലെ അഭിവാജ്യ താരങ്ങളാണ്. ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണിമ നടിയാണ്. മകൾ പ്രാർത്ഥന പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പൃഥ്വിയുടെ ഭാര്യ സുപ്രിയ നിർമ്മാതാവ് എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട്. മലയാള സിനിമ ഒന്നടങ്കം കാത്തിരുന്ന പൃഥ്വിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന എമ്പുരാനിൽ കുടുംബത്തിനും ഏറെ പ്രതീക്ഷയാണുള്ളത്. മാർച്ച് 27-നാണ് എമ്പുരാന്റെ റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിനിമയുടെ കാറ്റർ പോസ്റ്ററുകളും ട്രീസറും ഇതിനകം തന്നെ ഇറങ്ങിയിരുന്നു. റിലീസിനുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം അഭിനയത്തിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പൃഥ്വി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. നടൻ എന്ന നിലയിൽ പുതിയ മേഖലകൾ തേടുകയാണ് എന്ന അഭിമുഖത്തോടെയാണ് പൃഥ്വി ചിത്രം പങ്കുവച്ചിരുന്നത്. ഇതിന് താഴെ നിരവധി പേർ കമന്റുമായി രംഗത്തെത്തിയിരുന്നു. ആക്ടിവിസ്റ്റ് സിൻസിയാനിലും ഇതിന് താഴെ രസകരമായ കമന്റുമായി എത്തിയിരുന്നു. ഇതൊക്കെ AI ആണ്, ആരും വിശ്വസിക്കേണ്ട എന്നായിരുന്നു സിൻസിയുടെ കമന്റ്. ഇതിനുള്ള മറുപടി എന്നോണം മല്ലിക സുകുമാരൻ നൽകിയ കമന്റാണ് വൈറലായിരിക്കുന്നത്. പൃഥ്വിരാജ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് രാജമൗലിയുടെ സിനിമയാണെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ പൃഥ്വിരാജ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. അതേസമയം ഈ സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. അല്ല, അടുത്ത സിനിമ രാജമൗലി ഫിലിം ഹി ഈസ് ലിവിംഗ് ടുനൈറ്റ്. സിൻസിയും തുടങ്ങിയോ കാര്യങ്ങൾ അന്വേഷിക്കാതെയുള്ള തർക്കം എന്നോട് ചോദിച്ചുകൂടെ എന്നായിരുന്നു സിൻസിയുടെ കമന്റിന് മറുപടിയായി മല്ലിക പറഞ്ഞത്. ഇരുവരുടെയും കമന്റ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് ട്രോളിന് താഴെ താൻ സർക്കാസ്റ്റിക് ആയി കമന്റ് ഇട്ടതാണെന്ന് ആന്റിയുമായി സംസാരിച്ചിരുന്നു എന്നും സിൻസിയും പറഞ്ഞിരുന്നു. രാജമൗലി അടുത്തതായി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബുവിനെ നായകനാക്കിയുള്ള സിനിമയാണ്. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. ഇത് ശരിവെക്കുന്നതാണ് മല്ലിക സുകുമാരന്റെ കമന്റും. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.